ഹലോ ഗായ്സ്, എൻഗേമറായിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് എമംഗസ് ആണ് ഗൈസ്. ഈ ചാനൽ എമംഗസ് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ എമംഗസിൻ്റെ പ്ലേയിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ അറിയാം. എമംഗസ് തന്നെ 2ഓളം വെർഷൻസ് ഉണ്ട് ഗൈസ്. എമംഗസിന് ഒന്ന് ഹൈഡ് ആൻഡ് സീക്ക്, ഒന്ന് ഇമ്പോസ്റ്റേഴ്സാണ് ഗൈസ്. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കൊല്ലലാണ് ഗൈസ്. ഹൈഡ് ആൻഡ് സീക്ക് പറഞ്ഞാൽ എല്ലാവരും ഒളിക്കും പോയിട്ട് ഒരാൾ മാത്രം വന്ന് കില്ല് ചെയ്യും. അതാണ് ഹൈഡ് ആൻഡ് സീക്ക് പറഞ്ഞത്. അപ്പോൾ ഗൈസ് എമംഗസ് മസ്റ്റ് ട്രൈ, അടിപൊളി ഗെയിമാണ്. പണ്ട് കൊറോണ സമയത്തായിരുന്നു എമംഗസ് ഹിറ്റായിരുന്നത്. എങ്കിലും ഞാനിപ്പോൾ എമംഗസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു ഡയറക്റ്റ് ഒരു 300 ആ ഒരു റേഞ്ചിന് നെറ്റ് ഉണ്ട് ഈ ഒരു ഗെയിമിന്. അതേപോലെ ഈ ഗെയിം സൂപ്പറാണ് ഗൈസ്. നമുക്ക് വീട്ടിലിരുന്ന് കസിൻസിനൊപ്പം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഗൈസ്. പിന്നെ അതേപോലെ നമുക്ക് തന്നെ ഓൺലൈനായിട്ടും കളിക്കാം. ഞാൻ ഇന്ന് പ്ലേ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. ഞാൻ എങ്ങനെ മൾട്ടിപ്ലെയർ ഓപ്ഷനൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മളിവിടെ എമംഗസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലിൽ ലിങ്കൊക്കെ ഉണ്ടാകും, അതൊക്കെ കയറി ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൽ കണ്ടോ ഓൺലൈൻ ആൻഡ് ലോക്കൽ എന്ന് കാണിച്ചിട്ടുണ്ടാകും. ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എടുത്തിട്ട് കസിൻസിനെ അങ്ങനെയൊക്കെ വെച്ചിരുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇത് കളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്കത് ഓൺലൈനിലാണ് കളിക്കുന്നത്. ഓൺലൈനിൽ നമ്മൾ കയറുമ്പോൾ ഫിൻഡ് ഗെയിമും ഉണ്ടാവും, ക്രിയേറ്റ് ഗെയിം ഉണ്ടാവും, എൻ്റർ കോഡ് ഗെയിമും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് കളിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് കളിക്കുമ്പോൾ നിങ്ങൾ വേറെ എവിടെ ഇരുന്ന് കളിക്കുക വെച്ചു. അപ്പോൾ വേറെ കയറണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൻ്റർ കോഡ് പറയുന്നത് ഇതിൽ കൊടുത്തിട്ട് നമുക്കൊരു കോഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കളിക്കേണ്ട ഗെയിമാണ്. പിന്നെ അതേപോലെ ക്രിയേറ്റ് ഗെയിം ഉണ്ട്. ക്രിയേറ്റ് ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ കളിക്കുന്ന ഒരു ഇതാണ്. ഫിൻ ഗെയിം പറഞ്ഞാൽ വേറെ ആൾക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, നമ്മളതിൽ കയറി കളിക്കലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഹൈഡ് ആൻഡ് സീക്കും കാണിക്കും, കില്ലിങ് ഗെയിമും കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിൻ ഗെയിം എന്താണെന്ന് നോക്കാം. ഫിൻ ഗെയിമാണ് ഞാൻ പറയാൻ പോകുന്നതും. ഫിൻ ഗെയിമിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് സർവേഴ്സ് കാണാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കില്ലിങ് ഗെയിമിലാണ്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളൊരു സർവർ ഇതിങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്ന് ബാക്ക് ഇറങ്ങി ഒന്നും കൂടി കയറുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാരുള്ളൊരു സർവർ എടുത്തത് 8 ആളുള്ളൊരു സർവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്നും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കഴിച്ചിട്ട് ഈ സർവറിൽ ഞാൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ടായിട്ടു. കാരണം നമ്മളെ ലാസ്റ്റായിട്ട് കയറിയത് ഇങ്ങനെ കളി കുറേ നേരം നിൽക്കുന്നതൊക്കെ ഉണ്ട്. നമ്മളതിനൊരു കളി സ്റ്റാർട്ട് ചെയ്തു. ഞാനാണ് ഇമ്പോസ്റ്റർ, ഞാനും വേറൊരാളാണ് ഇമ്പോസ്റ്റർ. പൈത്തണാണ് ഗൈസ്, പൈത്തോ. ഓക്കെ ഗൈസ്, എനിക്ക് പറഞ്ഞാൽ വേറൊരാളായിട്ട് മാറാനും പറ്റും, അതേപോലെയൊക്കെ കൊല്ലാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഡയറക്റ്റ് ഇങ്ങനെ പോവുക. നമ്മളാരും അറിയാതെ വേണം കൊല്ലാൻ. ഒരാൾക്ക് ഗെയിം അറിയാം ഗൈസ്. കൊറോണ സമയത്ത് നല്ല ഹിറ്റായ ഒരു ഗെയിമാണ് ഈ എമംഗസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കില്ലിക്ക് വേണമെങ്കിൽ പോലെ കൊല്ലാമെന്ന്. പക്ഷെ അവർ പിടിച്ച സീനാണ്. അവർ പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളത് കൊല്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുമില്ലാന്ന് ചോദിച്ചിട്ട് ഡ്രസ്സ് മാറ്റണം, സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ഊമ്പി ഒരാരെ കണ്ടില്ലേ? കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വോട്ടിങ് നടന്നുകൊണ്ടിരിക്കും, മെസ്സേജിങ് നടക്കുന്നുണ്ട്. അവിടെ ഒരാൾ ഇമ്പോസ്റ്ററാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾ ഇമ്പോസ്റ്ററാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരില്ല, ഇമ്പോസ്റ്റർ ഞാനാണ്. ഇന്നിട്ട് അവിടെ വോട്ടിങ്ങിന്ന് ഒയ്യോ നോ പണിവാളി. ഇക്ക് വോട്ടിങ് വരും, എല്ലാവരും വോട്ടിങ് ഇക്കടെ വരാൻ പോകുന്നത്. പക്ഷേ ഞാൻ ആ ഡ്രസ്സ് ഞാനവിടെ ഇൻവിസിബിൾ ആയില്ല, അത് ആരോ കണ്ടു. ഒക്കെ ഔട്ടോ, എല്ലാ വോട്ടും ഒക്കെ കയറി വരും. എല്ലാവരും ഇക്കടെ ഔട്ട് ചെയ്ത്. പക്ഷേ കുഴപ്പമില്ല, 2 സ്കിപ്പ് അടിച്ചിരുന്നു. പക്ഷെ എന്നാലും ഞാനെനിക്കില്ല.
അൺഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ ഒരു ഇതായി. ഇനി ഇതിൽ ഇങ്ങനെ എല്ലാവരുടെയും ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ ഓപ്ഷൻ എനിക്ക് പല ലെവൽസും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും മാറ്റി പഠിത്തം അതേപോലെ കളിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക്. പിന്നെ അതേമാതിരിയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളിപ്പം ചത്തും നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കാണാനൊക്കെ പറ്റും. ഈ ഒരു ഇതിൽ നമ്മളെ കൂടെ ഒരു കില്ലർ ഉണ്ടായിരുന്നു. അതായത് ഇവനാണ് ഇപ്പോൾ അടുത്ത കില്ലർ. പിന്നെ ഈ നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇന്ന് കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കളിക്കുന്ന സമയം നമ്മൾ ഒരിക്കലും നമ്മളെ സൗണ്ടൊക്കെ ആണ് കുറച്ച് വെക്കണം. ഒന്ന് കില്ല് ചെയ്യണ സൗണ്ടൊക്കെ കേൾക്കും. അതുകൊണ്ട് തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് വെക്കണം. പിന്നെ അതേപോലെ ഞാൻ എന്താണ് ഇതിന്ന് ബാക്കറിനെ കാണിച്ചു തരാം. കാരണം ഈ കളി ഇനി കുറച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് ഇതാണ്. ചിലപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ആയിരിക്കും. നമുക്ക് എന്തായാലും കളി ബാക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ കഴിച്ച് ഞാനതിന് ബാക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു സൈഡിലൊരു ബട്ടൺ ഉണ്ടാവും. ആ ഇതിലാണ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് സെറ്റ് ചെയ്തത്. അവിടെ ക്ലാസിക്സ് ഹൈഡ് ആൻഡ് സീക്ക് എന്നുണ്ടാവും. അതിൽ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് എടുത്തിട്ട് നമുക്കിതിൽ വേണ്ട സ്ഥലം എന്നിട്ട് അങ്ങനെ മാക്സിമം വാലറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതാക്കും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതിലും അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. ഇപ്പോൾ 6 ആൾ കളിക്കുമ്പോൾ വേൾഡ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നമുക്ക് കളിച്ച് നോക്കാം. അതിൽ ഞാനുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഞാനും കാര്യങ്ങളൊക്കെ കയറണത് ആൾക്കാരൊക്കെ അങ്ങനെ കയറി വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അതാണ് മെയിൻ പണി. നമ്മളെ വെയിറ്റിംഗ് ഉണ്ട് ഇതിൽ കേട്ടോ. നല്ല വെയിറ്റിംഗ് ഉണ്ട്. നമ്മളിതിൽ നേരത്തെ നമ്മൾ പറഞ്ഞാൽ പിടിച്ചു അതുണ്ടായത്. അതേപോലെ ഇങ്ങനെ വോട്ടിംഗ് ആട്ടോ. ഫുൾ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഹൈഡ് ആൻഡ് സീക്കിൽ നേരെ തിരിച്ചാണ്. ഹൈഡ് ആൻഡ് സീക്കിൽ വോട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല. വോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ പേര് മെസ്സേജ് ഹലോ ഹലോ എന്താണ് ഇതിൽ മെസ്സേജോട് യു ആർ വെൽക്കം കൂളോ താങ്ക്സ് മേ ബി അങ്ങനെ നമുക്ക് ടൈപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സൈൻ ചെയ്തില്ല. സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ക്ലോ ബാർ കൊടുന്ന് അടിക്കാൻ പറ്റൂ. പക്ഷെ നമ്മൾ ക്ലോ ബാർ കൊടുന്ന് അടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്ലോ ബാർ കൊടുന്ന് അടിക്കുന്നൊന്നും നമ്മളില്ല. അപ്പോൾ 9 ആളായിട്ട് 10 ആളായിട്ടുണ്ട്. 10-15 ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യുക. നിങ്ങളൊരാൾ വീഡിയോ കാണുന്നുണ്ട് കുറേ ആൾക്കാർ. നെവർ സബ്സ്ക്രൈബാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ നൊമങ്കാസിൻ്റെ വീഡിയോസ് ആയിട്ട് വന്നിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അടിപൊളിയായിട്ട് കളിക്കല്ലേ ഗായ്സ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തൊരു 50 ആക്കിയ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അമംഗസ് മൈൻക്രാഫ്റ്റ് അതേപോലെയുള്ളതൊക്കെ. ഓ ഗൈസ് റെഡാണ് ഇവനാണിപ്പോൾ നമ്മൾ ഇമ്പോസ്റ്ററെ വന്നിട്ടുണ്ട്. നമുക്ക് ഒളിക്കാൻ കുറച്ച് നേരം ഉണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഒളിച്ചിട്ട് വരാം. പെട്ടെന്ന് ഓ ഗൈസ് ഈ ഒരു വേൾഡാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ആരെങ്കിലും ഒപ്പം പോയി നിൽക്കേണ്ടി വരും. അയ്യോ അവൻ പുറത്തിറങ്ങിയ ഒച്ചയാണ് നമ്മൾ കേട്ടോ. ഹെഡ്സെറ്റ് പേടിയാവും ഗൈസ് നമുക്ക് ഹെഡ്സെറ്റൊക്കെ. ഓ ടെമ്പറേച്ചറോടെ തെറ്റാണ് നല്ല പണിയാവും. ഓക്കെ, നമ്മളിങ്ങനെ ടാസ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സമയങ്ങളൊക്കെ പോട്ടത്. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റും. അത് അവൻ നമ്മൾ എടുത്ത് അത് നീലയായി മഞ്ഞയായി അത് റെഡാണെന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ എടുത്താൽ റെഡ് ആയിപ്പോയി. അവൻ വന്നു ഷേ ഡാമേജ് അവനെ കൊന്നു. ഓക്കെ, ഇനിയിപ്പോൾ അവനെ കണ്ടോ. ഇപ്പോൾ ഇവിടെ ഒരാളെ ലോക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ആളുണ്ട് കണ്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അത് തുറന്നാത്തത് അവൻ വന്നു. അപ്പോൾ അവിടെ ഒരെണ്ണത്തിന് കൊന്നു. 2 എണ്ണം മരിച്ചു. ഓക്കെ, അതേപോലെ നമ്മളായി കഴിഞ്ഞാലും തന്നെ ഉള്ളൂ. അവിടെ ലോക്കൊക്കെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം 3 പേരുണ്ട്. 3 പേര്. ആ 3 പേര് ജയിച്ചാൽ നമ്മൾ എല്ലാവരും ജയിക്കുന്നതാണ്. 3 പേരുണ്ട്. ഇവന് നല്ല സ്പീഡ് ഉണ്ടാവും. കുറച്ച് ഇനി 3 മിനിറ്റാണ് എടുക്കും കളി. കുറച്ച് എൻ്റെ എക്സ്ട്രാ സമയം തരും. ആ റെഡ് ഒരു സമയത്തിന് നല്ല സ്പീഡാവില്ല എത്തും. ഇവർ റെഡിക്കും ഓരോരുത്തരും ഈ ടാസ്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട്.
ഞാൻ അടുത്ത ഒരുത്തനും കൂടി ചത്തിട്ടാ, 2 ആളും കൂടി ഉള്ളൂ ഇനി. ഞാകെ വെറും 2 ആളുകള്. കൊന്നു. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നത്? അത് അവൻ ഇതിൻ്റെ ഉള്ളിലാട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഓടി കളിക്കണം. ആ സൗണ്ട് കട്ടിട്ട് തന്നെ അവൻ വരും. അതാണ് മെയിൻ പണി. സൗണ്ടാണ്. ഹെഡ്സെറ്റൊക്കെ വെച്ച് നല്ല ഇതിലിരുന്ന് കേൾക്കുകയാണെങ്കിൽ സൗണ്ട് വരാം. അത് തുറന്ന മൂഞ്ചി കേട്ടോ. എടാ അങ്ങോട്ട് വരലടാ, എന്നെ കൊല്ലോടാ. പോടാ എടാ അങ്ങോട്ട് പോടാ. അവനെയും കൊന്നിട്ട് ലാസ്റ്റ് ഒരുത്തൻ ഇവിടെ ആയിട്ട് കളിക്കുന്നത്. അവൻ ഭാഗ്യത്തിന് അവിടെ ഒളിച്ചിരിക്കുകയാണ്. സമയമുണ്ട്. അവൻ വരും അടക്കട്ടോ. മറ്റേ തപ്പി നടക്കുക അവിടെ ഇവിടെ എത്തിയ ഇവ എവിടെയും മറ്റോ എവിടെയും വരുന്നുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ചീറ്റാവും. എത്ര കൊന്നു അതിനും കൊന്നു. അങ്ങനെ അവൻ ജയിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കളി ജയിക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കോമഡി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അമംഗസും കാര്യങ്ങളൊക്കെ ഇറക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിന് എന്തായാലും അടിപൊളി, നല്ലൊരു ഗുഡ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.